സ്ട്രാറ്റജിക്കൽ ബ്രാൻഡ് ബിൽഡിംഗ് SPB മെൻറ്ററിംഗ് പ്രോഗ്രാം കേരളത്തിൽ നിന്നുള്ള ബ്രാൻഡുകളെ ഗ്ലോബൽ ലെവലിലേക്ക് എത്തിക്കുക എന്ന മിഷനുമായി വർക്ക് ചെയ്യുന്ന ഒരു ടീമിൻ്റെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പുതുതായി ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ്സിൻ്റെ പുതിയ രൂപത്തിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ 100-ലധികം ബ്രാൻഡുകൾക്ക് ഗ്ലോബൽ ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ സാധിച്ചു എന്നത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. അത്തരത്തിൽ മൂവ് ചെയ്ത ഏതാനും ചില ബ്രാൻഡുകളെ നേരിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോൺ മാനുഫാക്ചറാണെന്ന് പറയുമ്പോൾ കേരളത്തിൽ ആദ്യത്തെ മാനുഫാക്ചറാണ് ബൈസ നാച്ചുറൽ സ്റ്റോൺ. ബൈസ ഞങ്ങളുടെ ബ്രാൻഡാണ്. ഈ ബ്രാൻഡിങ് നമുക്ക് ഇമാജിനോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന SBBയിലൂടെയാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള കുറേ സ്ട്രാറ്റജികളും ഐഡിയകളും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആശയങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക്കിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അതിന് ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് ടോപ് 10 SBB ലെവൽ 1. സത്യത്തിൽ വിഷൻ എന്താണ്, മിഷൻ എന്താണ്, കോർ വാല്യൂ എന്താണ്, കോർ പർപ്പസ് എന്താണെന്ന് MGമിനെയും മിസ്റ്റർ മഷിനെയും കാണിച്ചു കൊടുത്തതും അതിലേക്കുള്ള നിർദ്ദേശങ്ങൾ തന്നതും SBB ലെവൽ 1 തന്നെയാണ്. നമ്മളെ കോളേജിൽ പഠിച്ച ഒരു ഡിഗ്രി കിട്ടിയതിന് ശേഷമാണ് ഒരു ഡെന്റിസ്റ്റ് എന്നുള്ളൊരു ബ്രാൻഡ് അല്ലെങ്കിൽ ഡെന്റിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലേബല് നമുക്ക് വരുന്നത്. അപ്പോൾ അത് കൊണ്ടങ്ങനെ ജീവിച്ച് പോകാന്നുള്ളതാണ് സാധാരണ ഏതൊരു ഡെന്റിസ്റ്റുമാരാണെങ്കിലും ഏതൊരു ഡോക്ടേഴ്സ് ആണെങ്കിലും ചെയ്യും. അപ്പോൾ അവിടെ നിന്നൊരു ബ്രാൻഡിലേക്ക് വളരാനും ബ്രാൻഡിനെ കുറിച്ച് ചിന്തിക്കാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ടോപ് 10 എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയിൽ SBB എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ നമ്മൾ അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ്. ആക്ച്വലി അതിൽ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ബിസിനസ് നോളജാണ്. ഒരു ബിസിനസ് എങ്ങനെ ലീഡ് ചെയ്യാം, എന്താണ് ബ്രാൻഡിൻ്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെ ഒരു ബ്രാൻഡ് ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എത്തിക്കാം, ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയുകയും എങ്ങനെ നമ്മുടെ ലൈഫിൽ സക്സസ് ആസ് എ എൻ്റർപ്രണർ ആവാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ അതിലൂടെ പഠിക്കുന്നത്. ബിസിനസ് ആശയം കയ്യിലുണ്ട്, എന്ത് ബിസിനസ് തുടങ്ങണം എന്നുള്ള ആശയമുണ്ട്. പക്ഷെ അത് എങ്ങനെ തുടങ്ങും എന്നുള്ളൊരു നമുക്കൊരു അറിവോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോസ്മെറ്റിക് പ്രൊഡക്റ്റ്, ആയുർവേദിക് കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ. അങ്ങനെയാണ് ഞാൻ ടോപ് 10-ലെത്തുകയും ടോപ് 10-ന്റെ ഭാഗമായിട്ട് തന്നെ SPB 1 അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടുകയും ചെയ്യും. അവിടെ നിന്നാണ് ശരിക്കും ബിസിനസ് എന്താണെന്ന് ശരിക്കും ഞാൻ മനസ്സിലാക്കുക ചെയ്തു, എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ബ്രാൻഡ്, നമുക്ക് എൻ്റെ ബ്രാൻഡ് നെയിമിൻ്റെ പേര് ജോമറിക് എന്നാണ്. ഈ ജോമറിക് എന്നുള്ള ബ്രാൻഡിൻ്റെ ഒരു വാല്യൂ ശരിക്കും മനസ്സിലാക്കുന്നത് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തോടുകൂടിയാണ്. അങ്ങനെ നമ്മൾ എൻ്റെ അടുത്തുള്ള ആശയം ഞാൻ ഇതിൽ പറയുകയും അവിടെ നിന്നാണ് ഈ ജോമറിക് എന്നുള്ള ബ്രാൻഡിൻ്റെ ഉത്ഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഞാനൊരു അഗ്രികൾച്ചർ മേഖലയിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അഗ്രികൾച്ചർ പ്ലാന്റ്സ് സെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബിസിനസ്സാണ് ചെയ്തു വന്നിരുന്നത്. അപ്പോഴാണ് ടോപ് 10 എന്നുള്ളൊരു ബിസിനസ് ഗ്രൂപ്പിലേക്ക് വരികയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് SBB എന്നുള്ളൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുകയും ചെയ്തത്. അങ്ങനെ മസ്ഗ്രോ എന്നുള്ള ഒരു ബ്രാൻഡിലൂടെ ഞാൻ എൻ്റെ ബിസിനസ് മേഖല ഉയർത്തിക്കൊണ്ടുവരികയും അതിനെ ഡെവലപ്പാക്കുകയും ഇന്ന് കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒരുപാട് ഫ്രാഞ്ചൈസികൾ ഉണ്ടാക്കുകയും പ്ലാന്റേഷനും മറ്റുള്ള കാര്യങ്ങളിലേക്കും ഡെവലപ്പാക്കുകയും ചെയ്തു. 2019 സെപ്റ്റംബർ 9 അൽബിഡോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ് ബ്രാൻഡിങ്, എങ്ങനെയായിരിക്കണം ഒരു ബ്രാൻഡിങ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയില്ലായിരുന്നു. അന്നാണ് ഞങ്ങൾ ജാഫർ സാറിനെ പരിചയപ്പെടുന്നതും ജാഫർ സാറിൻ്റെ SPB എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിലേക്ക് ഞങ്ങൾ വരുന്നത്. ബ്രാൻഡ് എങ്ങനെയാണ് ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയായി മാറുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരികയും ചെയ്തു. അന്ന് നമ്മൾ യൂസ് ചെയ്തൊരു ടാഗ് ലൈനാണ് ഒരു കുട്ടിക്കൊരു ടീച്ചർ. അത് നമ്മുടെ ജാഫർ സാറുടെ ഇമാജിനോ ടീം ചെയ്തിരുന്നതായിരുന്നു. അത് വളരെയധികം പ്രചാരമാവുകയും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് പോലും അത് ഏറ്റെടുത്ത് വളരെയധികം സക്സസ്ഫുൾ ആവുകയും ചെയ്തു. ഇതുപോലെ തന്നെ ഈ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മളിലേക്ക് വരികയും അൽബിഡോ എന്നുള്ള ബ്രാൻഡ് എത്രത്തോളം ഒരു ബ്രാൻഡ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ എത്രത്തോളം ഉണ്ടായിരിക്കണം എന്നുള്ളതും SBB എന്നൊരു കോൺസെപ്റ്റിലൂടെയാണ് ഞങ്ങൾക്ക് വളരെയധികം വ്യക്തമായത്.